ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഇംഗ്ലീഷാണ്. ക്ലാസ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 1. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തോ. അതെന്താണ്? ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ് 1 ഏതിനെ കുറിച്ചാണ്? ഫാബിൾസ് ആൻഡ് ഫോക്ക് ടെയിൽസ്, അതായത് നാടോടി കഥകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഏതാ? എ ബോട്ടിൽ ഓഫ് ഡ്യൂ. ഡ്യൂ എന്താണ്? മഞ്ഞുതുള്ളി. എ ബോട്ടിൽ ഓഫ് ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുപ്പി മഞ്ഞുതുള്ളി. ഫസ്റ്റ് ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് പഠിച്ചോ. അത് ക്ലാസ്സിൽ പറഞ്ഞു തരുമല്ലോ, അത് ഞാൻ ജസ്റ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ദുഃഖിച്ചിരിക്കണം, വറീഡായിട്ടിരിക്കുന്നത്. പിന്നെ പ്ലാന്റേഷൻ, ഈ വാഴത്തോട്ടങ്ങൾ. പിന്നെ അടുത്തെന്താണ്? ഒരു മുനിയെ ചോദിക്കുന്നുണ്ട്. സേജ് മുനിയാണ്. പിന്നെ സർപ്രൈസ് എന്താണ്? ആകാംക്ഷയോടെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തോ. ഇനി നെക്സ്റ്റ് പേജ് നമുക്ക് ക്ലാസ് തുടങ്ങാം. നോക്കിക്കോ. ലെറ്റസ് റീഡ്. ഓക്കെ, ചാപ്റ്റർ പേരെന്താണ്? എ ബോട്ടിൽ ഓഫ് ഡ്യൂ. നോക്കിക്കോ. രാംനാഥ വാസ് ദ സൺ ഓഫ് എ റിച്ച് ലാൻഡ് ലോഡ്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം large tracts of land when he died. But Ramnatha did not spend even one day looking after his land. This was because he had a funny idea. He believed there was a magic potion that could turn any object into gold. He spent all his time to learn more about his potion. People cheated him often, promising to tell him about it. But he did not give up. His wife, Madhumati, was tired of this and also worried because she saw how much money Ramnatha was spending. She was sure that soon they would be without money. One day, a famous sage called Mahibadi came to their town. Ramnatha became his follower and asked him about the potion. To his surprise, the sage answered, "Yes, in my travels in the Himalayas, I heard how you could make such a potion, but it is difficult. Tell me," requested Ramnatha, not believing his luck. "You have to plant a banana plant and water it regularly with your hands. In winter, the morning dew is on the leaves. You have to collect the dew and store it in a bottle. When you have 5 liters of dew, bring it to me. I will chant some magic words which will turn it into the magic potion. A drop of potion will change any objects into gold." അപ്പോൾ നോക്കിയോ. രാംനാഥ വാസ് ദ സൺ ഓഫ് എ റിച്ച് ലാൻഡ് ലോഡ്. അപ്പോൾ എന്താണ്? രാംനാഥ ആരാണ്? ഒരു വലിയൊരു സമ്പന്ന, അല്ലെങ്കിൽ ഒരു പണക്കാരൻ്റെ, ശരിക്കും ഭൂമിയൊക്കെ ഉള്ള നല്ലൊരു പണക്കാരൻ്റെ എന്താണ്? മകനാണ് ആര്? രാംനാഥ. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം. അയാളുടെ അച്ഛൻ മരിച്ച സമയത്ത് ലാർജ് ട്രാക്ട് ഓഫ് ലാൻഡ് വെൻ ഹി ഡൈഡ്. എന്താണ്? അയാൾ മരിച്ച സമയത്ത് എന്ത് ചെയ്തു? ഒരുപാട് ഈ ഭൂസ്വത്തുക്കളെല്ലാം ആക്ക് കൊടുത്തു, രാംനാഥന് കൊടുത്തു. But Ramnatha did not spend even one day looking after his land. ഒരു ദിവസം പോലും എന്താണ്? രാംനാഥൻ ആ ഭൂമിയിലേക്ക് നോക്കിയിട്ടേ ഇല്ല, ആ വസ്തുവിനെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ആരാണ്? രാംനാഥൻ.
This was because he had a funny idea. He believed there was a magic potion that could turn any object into gold. എന്താണ്, അവന് അതൊന്നും ചെയ്യാൻ വയ്യ, പക്ഷെ എന്താണ് അയാൾ വിശ്വസിച്ചിരുന്നത്, എന്താണ്, ഒരു ചെറിയൊരു ലായനി, എന്തോ ഒരു വെള്ളം പോലത്തെ ഒരു സാധനം, അതെന്ത് ചെയ്യും, അതിങ്ങനെ ഏത് വസ്തുവിൽ തളിച്ചാൽ അന്ന് എന്താക്കും, സ്വർണ്ണമാക്കും എന്ന് വിചാരിച്ചിട്ട് അത് വിശ്വസിച്ചാണ് ആരിരുന്നത്, രാംനാഥൻ ഇരുന്നത്. അല്ലാതെ ആ ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ആ ഭൂമി കൊണ്ട് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കണമെന്നുള്ളതൊന്നും രാംനാഥന് ഇല്ലായിരുന്നു. He spent all his time to learn more about this potion. എന്താണ്, ആ ലായനിയെക്കുറിച്ചുള്ള അതിനെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റിസർച്ചിലായിരുന്നു ആര്, നമ്മുടെ രാംനാഥൻ. People cheated him often, promised to tell him about it, but he did not give up. എന്താണ്, അയാൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കണ കാരണം ആൾക്കാർ എന്ത് ചെയ്യും, ഇയാളെ ചീറ്റ് ചെയ്യും. എന്താണ്, ഞാൻ ലായനി തരാം, ഇത് തളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൈസയൊക്കെ വാങ്ങിച്ച് അയാൾ എന്ത് ചെയ്യും, ചതിക്കുമായിരുന്നു. ഹിസ് വൈഫ് മധുമതി, അയാളുടെ ഭാര്യയുടെ പേരെന്താണ്, മധുമതി, was tired of this and also worried because she saw how much money Ramnatha was spending. എന്താണ്, മധുമതിക്കാണെങ്കിൽ എന്താണ് ഇതിൽ നല്ല വലിയ വിഷമം ഉണ്ടായിരുന്നു. എന്താണ്, രാംനാഥൻ വെറുതെ ഇങ്ങനെ കാശ് കളയുന്നത്, അതായത് ഇതിലേക്ക് ഈ ലായനി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലായനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് കാശ് കളയുന്നതിൽ മധുമതിക്ക് വലിയ വിഷമമായിരുന്നു. She was sure that soon they would be without money. എന്താണ്, ഇങ്ങനെ പോയാൽ എന്താവും, നമ്മൾ ദരിദ്രരാവും എന്നുള്ളത് മധുമതിക്ക് മനസ്സിലായി തുടങ്ങി. ഇങ്ങനെ രാംനാഥൻ പൈസ മറ്റുള്ള ഈ ലായനി ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതും പൈസ അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിക്കുന്നതും കാരണം എന്താവും, ഉടനെ തന്നെ ഇവർ ദരിദ്രരാവും എന്നുള്ളത് മധുമതിക്ക് മനസ്സിലായി. അതിൽ മധുമതിക്ക് എന്തായി, നല്ല വിഷമം ഉണ്ടായിരുന്നു. One day a famous sage called മഹിപതി എന്താണ് came to their town. ഒരു ദിവസം നല്ല ഒരു സന്യാസി എന്ത് ചെയ്തു, സന്യാസിയുടെ പേരാണ് എന്താണ്, മഹിപതി. മഹിപതി എവിടെ വന്നു, ഈ വില്ലേജ്, ഈ ടൗണിൽ, ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഇയാൾ വന്നു. ആര് വന്നു, മഹിപതി. രാംനാഥ became his follower and asked him about the potion. എന്താണ്, രാംനാഥ ഇയാളുടെ ഫോളോവറായി, അതായത് ആര്, ഈ സന്യാസിയുടെ ശിഷ്യനായി മാറിയിട്ട് എന്തായിരുന്നു, രാംനാഥ ഈ ലായനി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ സന്യാസിയോട് ഡിസ്കസ് ചെയ്തു, സംസാരിച്ചു. To his surprise the sage answer. എന്താണ്, അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സന്യാസി പറയാണ്, എന്ത് പറഞ്ഞു, യെസ്, ഇൻ മൈ ട്രാവൽസ് ഇൻ ദ ഹിമാലയാസ്. ഞാൻ എന്താണ് ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ സന്യാസിമാരെ ഏറ്റവും പറയുന്നത് എന്താണ്, ഞാൻ പണ്ട് ഹിമാലയത്തിൽ സന്യസിച്ചിരുന്നു, ഹിമാലയത്തിൽ സന്യസിക്കാൻ പോയിരുന്നു എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഹിമാലയത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന സമയത്ത് ഐ ഹാഡ് ഹൗ യു could make such a potion but it is difficult. എന്താണ്, ഇതിനെക്കുറിച്ച് ഈ ലായനിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ ഒത്തിരി പാടാണെന്ന് ആര് പറയാണ്, സന്യാസി പറയാണ്. എത്ര പാടായാലും എന്ത് ചെയ്യും, രാംനാഥനെ ഉണ്ടാക്കും. കാരണം രാംനാഥൻ അതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം രാംനാഥൻ എന്ത് ചെയ്തു ചോദിക്കാണ്. ടെൽ മീ റിക്വസ്റ്റഡ് രാംനാഥ നോട്ട് ബിലീവിങ് ഹിസ് ലക്ക്. എന്താ, രാംനാഥന് എന്തോന്ന് ആ സ്വന്തം സ്ഥലത്ത് അധ്വാനിച്ച് അല്ലെങ്കിൽ അവിടെ കൃഷി ഇറക്കി അവിടെ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കുക, രാംനാഥൻ എന്ത് ചെയ്യാണ്, ഈ ലായനിയെക്കുറിച്ച് തന്നെ റിസർച്ച് നടത്തിക്കൊണ്ട് അതിൽ വേണമെന്നുള്ള ചിന്ത ഇരുന്നത് കൊണ്ട് ഒന്നും ആലോചിക്കാതെ നമ്മുടെ മുനിരത്ത് ഋഷിയുടെ അടുത്ത് എന്താണ് രാംനാഥ് ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. You have to plant a banana plant and water it regularly with your hands. In winter, the morning dew is on the leaves. എന്താണ്,
you have to plant a banana plant and water it regularly with your hands. അപ്പം നമ്മുടെ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്, നീ എന്ത് ചെയ്യണം, ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്, നീ ഒരു ബനാന പ്ലാന്റ്, ഒരു വാഴ നടണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിന്റെ കൈ കൊണ്ട് തന്നെ എന്നും അതിന് എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇൻ വിൻ്റർ ദ മോർണിംഗ് ഡ്യൂ ഈസ് ഓൺ ദ ലീവ്സ്. നമ്മൾ ഈ ശൈത്യകാലം, മഞ്ഞുകാലം വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇലകളിൽ ഈ മഞ്ഞുതുള്ളി വന്നിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ മഞ്ഞുതുള്ളി ആ ഇലയുടെ തുമ്പിൽ വന്നിരിക്കും. യു ഹാവ് ടു കളക്ട് ദ ഡ്യൂ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ബോട്ടിൽ. നീ എന്ത് ചെയ്യണം, ആ ഓരോ മഞ്ഞുതുള്ളി നീ എന്ത് ചെയ്യണം, ദിവസവും കളക്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, ശേഖരിച്ച് ഒരു ബോട്ടിലാക്കി വെക്കണം. When you have 5 liters of dew, bring it to me. I will chant some magic words. എന്ത് ചെയ്യണം, എപ്പോഴാണോ when you have 5 liters of dew, എപ്പോഴാണോ 5 ലിറ്റർ ഈ മഞ്ഞുതുള്ളി ആകുന്നത്, bring it to me, അതിന് എന്ത് ചെയ്യണം, എൻ്റെ അടുത്ത് കൊണ്ടുവരിക. I will chant എന്ത്, ഞാൻ ജപിക്കാം. some magic words, ചില മന്ത്രങ്ങൾ ഞാൻ അതിൽ എന്ത് ചെയ്യാം, ജപിച്ച്, which will turn it into magic potion. അതെന്തായിട്ട് മാറും, ആ മാജിക്, ആ മാന്ത്രിക ലായനിയായിട്ട് മാറും. I drop of potion will change any objects into gold. അങ്ങനെ ഇതെന്തായിട്ട് മാറും, നിനക്ക് അതിനെ ഏതിൽ വേണോ തളിച്ച് കഴിഞ്ഞാൽ നിനക്കത് എന്തായിട്ട് സ്വർണ്ണമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ലായനിയാക്കി ഞാൻ നിനക്ക് തരാം. പക്ഷെ 5 ലിറ്റർ എന്ത് ചെയ്യണം, 5 ലിറ്റർ മഞ്ഞുതുള്ളി നീ എനിക്ക് കൊണ്ടുതരണം. അതെങ്ങനെ വെറുതെ കൊണ്ടു തന്നാൽ പോരാ, നീ നട്ട് വളർത്തിയ വാഴയിൽ ഉണ്ടാകുന്ന ഓരോ തുള്ളി എന്ത് ചെയ്യണം, ഒരു ബോട്ടിൽ കളക്ട് ചെയ്ത് കൊണ്ടുതരണം. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയോ. രാംനാഥ വാസ് worried, but winter is only for a few months. It will take me years to collect 5 liters of dew. You can plant as many banana plants as you want, but remember you must look after them yourself and collect the dew with your own hands. എന്താണ്, രാംനാഥൻ ഇത് കേട്ടപ്പോൾ വിഷമായിപ്പോയി. എന്താ കാരണം, രാംനാഥ വാസ് worried, but winter is only for a few months. എന്താണ്, രാംനാഥയ്ക്ക് വിഷമം തോന്നാൻ കാരണം എന്താണ്, ഈ ശൈത്യകാലം അല്ലെങ്കിൽ തണുപ്പ് കാലം, മഞ്ഞുകാലം കുറച്ച് മാസമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മീ ഇയേഴ്സ് ടു കളക്ട് 5 liters ഓഫ് ഡ്യൂ. അപ്പം ഓരോ തുള്ളി വീതം ഒരു വാഴയിലയിൽ ഒരു തുള്ളിയല്ലേ കാണുള്ളൂ. അങ്ങനെയെങ്കിൽ വർഷങ്ങളെടുക്കും അല്ലേ അത് 5 ലിറ്റർ ആക്കാനായിട്ട്. അപ്പം നമ്മുടെ മഹർഷി പറയാൻ എന്താണ്, യു ക്യാൻ പ്ലാന്റ് ആസ് മെനി ബനാന പ്ലാന്റ്സ് ആസ് യു വാണ്ട്. നിനക്ക് ആവശ്യമുള്ള അത്രയും ബനാന പ്ലാന്റ്സ്, വാഴയും നിനക്ക് ഇഷ്ടം പോലെ നിനക്ക് വാഴകൾ നടാം. നിനക്ക് ഇത് സ്ഥലം ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ അത്രയും ഇഷ്ടത്തിന് വാഴ നടാം. But remember you must look after them yourself and collect dew with your own hands. എന്ത് ചെയ്യണം, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ തന്നെ അതിനെ പരിപാലിച്ച് നീ തന്നെ നിൻ്റെ കൈ കൊണ്ട് വേണം എന്തെടുക്കാൻ, മഞ്ഞുതുള്ളി ഓരോ തുള്ളിയും എടുക്കാൻ എന്ന് പറഞ്ഞ് എന്താണ് മഹർഷി രാംനാഥനെ പറഞ്ഞിവിടെയാണ്. അപ്പോൾ ഇതോടുകൂടി കഥ അവസാനിച്ചു. അപ്പം എല്ലാവരും പ്രത്യേകം വായിച്ച് പഠിക്കണം കേട്ടോ. ഈ കഥയിലെ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് വൃത്തിയായി പഠിക്കണം. എന്നിട്ട് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് ലൈക്ക് ആൻഡ് സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.